നൂറ്റാണ്ടുകൾ കടന്നുപോയാലും സ്മരിക്കപ്പെടുന്ന ചരിത്ര മുഹൂർത്തം എന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ച അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ പേരിലാണ് 1600 കിലോമീറ്റർ അകലെ അസമിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് ക്ഷേത്ര ദർശനം നിഷേധിക്കപ്പെട്ടത്. ന്യായ് യാത്രയുടെ തുടക്കം മുതൽ പ്രകടമാണ് ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാരിന്റെ പ്രതികാര നടപടികൾ. പലയിടങ്ങളിൽ പല കാരണങ്ങൾ പറഞ്ഞ് യാത്രയ്ക്ക് പ്രതിബന്ധം തീർക്കുന്നതിന്റെ ചേതോവികാരം രാഷ്ട്രീയവും വ്യക്തിവിരോധവുമാണെന്ന് വിലയിരുത്താൻ ആസന്നമായ തെരഞ്ഞെടുപ്പും ഹിമന്ത ബിശ്വ ശർമ്മയുടെ രാഷ്ട്രീയ പൂർവാശ്രമവും മനസ്സിലാക്കുകയേ വേണ്ടൂ. ദേശാഭിമാനത്തിന്റെ പുനരുദ്ധാരണം എന്ന് RSS വിശേഷിപ്പിച്ച അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോട് പ്രതിഷേധിക്കാൻ ബംഗാളിൽ മമതയ്ക്കും കർണാടകത്തിൽ സിദ്ധരാമയ്യയ്ക്കും കഴിയുമ്പോൾ അസമിൽ രാഹുൽ ഗാന്ധി നേരിടുന്നത് രാഷ്ട്രീയ വിലക്കോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിലെ ശ്രീ അബിൻ വർക്കി, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ എ സജീവൻ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. സജീവൻ സർ, ഇവിടെ ഒരു രാമക്ഷേത്രത്തിൽ ഇന്ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നു. അതിനുശേഷം രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു രാമരാഷ്ട്ര സങ്കല്പം, അതായത് നീതിയിലും സമത്വത്തിലും ധർമ്മത്തിലുമൊക്കെ ഊന്നിയിട്ടുള്ള ഒരു രാമരാഷ്ട്ര ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. അവിടെയാണ് പ്രതിഷേധിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ക്ഷേത്രദർശനം പോലെയുള്ള അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ട നമ്മുടെ രാജ്യത്ത് അത് രാഹുൽ ഗാന്ധിക്ക് അസമിൽ നിഷേധിക്കപ്പെടുന്നത്. മറുഭാഗത്ത് ഇപ്പോൾ ബംഗാളിൽ ഇതിനോട് വിയോജിച്ചുകൊണ്ട്, അതായത് ഈ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് വിയോജിച്ചുകൊണ്ട് സർവമത റാലി മമതാ ബാനർജി സംഘടിപ്പിച്ചു. തടസ്സമൊന്നും ഉണ്ടായില്ല. ക്ഷേത്രങ്ങളും മസ്ജിദുകളും പള്ളികളും ഒക്കെ തൊട്ടുകൊണ്ട് ആ റാലി കടന്നുപോയി. ഒരു സീതാരാമ ക്ഷേത്രം പണികഴിപ്പിച്ചു സിദ്ധരാമയ്യ, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഗാന്ധിയുടെ രാമനെയാണ്, BJPയുടെ രാമനെയല്ല എന്നൊരു രാഷ്ട്രീയ പ്രസ്താവനയും നടത്തി. വിലക്കുകളൊന്നും ഉണ്ടായില്ല. പക്ഷേ ക്ഷേത്ര ദർശനം നടത്താൻ രാഹുൽ ഗാന്ധിക്ക് അസമിൽ വിലക്ക് നേരിടേണ്ടി വന്നു. കാരണം പറഞ്ഞത് ഇവിടെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ സമയമാണ്, അത് കഴിയട്ടെ എന്നാണ്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു രാഷ്ട്രീയ പ്രതികാര നടപടിയായിട്ടാണോ ഇതിനെ കാണുന്നത്? അങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം രാഹുൽ ഗാന്ധിക്ക് ക്ഷേത്ര ദർശനം നിഷേധിക്കപ്പെട്ടത്? ഇതൊരു രാഷ്ട്രീയ വിലക്കിൻ്റെ സൂചനകളാണോ? ഇത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയ വിലക്കിൻ്റെ സൂചന തന്നെയാണ്. രാഷ്ട്രീയ വിലക്കിൻ്റെ സൂചന അല്ല, രാഷ്ട്രീയ വിലക്കിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. രാഹുൽ ഗാന്ധി എന്നെ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ രാമക്ഷേത്രത്തിൽ വരുമെന്ന് പറഞ്ഞ് അവിടേക്കല്ല പോയിട്ടുള്ളത്. അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നുള്ള കാര്യം വേറെ, അവിടേക്കല്ല പോയിട്ടുള്ളത്. അദ്ദേഹം മറ്റൊരു ക്ഷേത്രത്തിൽ, ഈ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് മറ്റൊരു സംസ്ഥാനത്തെ ഒരു ക്ഷേത്രത്തിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അവിടെ പോയിട്ട് ഏതെങ്കിലും തരത്തിൽ ബംഗാളിൽ നടന്ന പോലെയോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിന്നെ പ്രതിഷേധത്തിനല്ല അദ്ദേഹം പോയിട്ടുള്ളത്. അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു തനിക്ക് ഉള്ള അവകാശം, ഒരു ഭക്തൻ എന്ന നിലയിൽ ക്ഷേത്ര ദർശനം നടത്താനുള്ള തൻ്റെ അവകാശം അത് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മുദ്രാവാക്യം വിളിയിലേക്കോ ഒന്നും രാഹുൽ ഗാന്ധി പോയിട്ടില്ല. എന്നാലും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നതിനർത്ഥം അയോധ്യയിൽ എന്താണോ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് അത് ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് ഒന്നുകിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിക്കണം. കാരണം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള വാക്യങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിരുന്നു. എല്ലാ ചരാചരങ്ങൾക്കും സുഖമുണ്ടാവണം, എല്ലാവരെയും ഒരേപോലെ കാണണം എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രാമക്ഷേത്രമാണിത്. 1000 കൊല്ലത്തേക്കുള്ള ചരിത്രം ഇവിടെ ആരംഭിക്കുകയാണ്. സഹവാസത്തിൻ്റെയും സന്മനോഭാവത്തിൻ്റെയും ഒക്കെ സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് രാമൻ എന്നൊക്കെ നരേന്ദ്രമോദി ഈ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്ന അതാണോ? രാഹുൽ ഗാന്ധി ചോദിച്ച പോലെ എന്നെ എന്തിനാണ് തടയുന്നത് എന്ന് അദ്ദേഹത്തിന് ചോദ്യമുണ്ടല്ലോ. അദ്ദേഹത്തെ തടഞ്ഞ എന്തിനാണ്? രാഹുൽ ഗാന്ധി ഏതെങ്കിലും ക്ഷേത്രത്തിനേറെ കല്ലെറിഞ്ഞോ, ഏതെങ്കിലും ക്ഷേത്രത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ,
അവിടെ ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു ക്ഷേത്രത്തിലേക്ക് പോയിട്ട് ശ്രീരാമക്ഷേത്രത്തിനെതിരെ, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന് എതിരെ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു? ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടും തടയും, ഞങ്ങൾ തടയുമെന്നുള്ള ഒരു വാശി. ഞങ്ങൾ ആരാണ് ഭക്തരെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് ഒരു വിഭാഗം, അതാരായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും വ്യക്തി സ്വാതന്ത്ര്യമാണ്. രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട്, വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണത്. ഭക്തി എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നതൊക്കെ വ്യക്തിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ളതാണ്. എനിക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, എനിക്ക് ക്ഷേത്രത്തിൽ പോകാം, പോവാതിരിക്കാം. ഇതൊക്കെ എൻ്റെ മാത്രം അവകാശവും എൻ്റെ മാത്രം സ്വാതന്ത്ര്യവുമാണ്. അതിൽ മറ്റുള്ള ആളുകൾ തടയാൻ പാടില്ല. മറ്റുള്ള ആളുകൾ തടയുന്നു എന്നതിനർത്ഥം ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി, നിങ്ങൾ ക്ഷേത്രത്തിൽ പോകേണ്ട, രാഹുൽ ഗാന്ധി ഹിന്ദു അല്ല എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. പക്ഷേ ഒരാളെ ഫിസിക്കലായിട്ട് തടയുക എന്ന് പറയുന്നത് ഇന്ത്യയെപ്പോലെ, ഇപ്പോഴത് ഒരു മതേതര രാഷ്ട്രമാണല്ലോ, ഇന്ത്യ എന്ന മതേതര രാഷ്ട്രത്തിൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. എന്തെല്ലാം ന്യായീകരണങ്ങൾ ഇതുമായി പറഞ്ഞാലും അത് ശരിയല്ലാത്ത. കാരണം രാഹുൽ ഗാന്ധി ഈ രാമക്ഷേത്രത്തിനെതിരെ എന്തൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. അവരാകെ കോൺഗ്രസ് ആകെ തീരുമാനിച്ചിട്ടുള്ളത് വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്, ക്ഷേത്രത്തിൽ പോകണോ വേണ്ടയോ എന്നുള്ളത്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കോ നേതാക്കന്മാർക്കോ അവിടെ ക്ഷണമുണ്ടെങ്കിൽ പോകുന്നതിൽ പാർട്ടി എതിരല്ല. പക്ഷേ ഞങ്ങളിപ്പോൾ പോകുന്നില്ല, കാരണം ഇതൊരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് വേറെ ദിവസം ഞങ്ങൾ പോകും. രാമക്ഷേത്രത്തെ അവർ അവഗണിച്ചിട്ടില്ല, രാമക്ഷേത്രത്തിനെ കുറിച്ച് എന്തെങ്കിലും അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല. ഇതൊക്കെ ആയിട്ടും രാഹുൽ ഗാന്ധിയെ തടഞ്ഞു എന്ന് പറയുന്നത്. സജീവൻ സാർ, ഇപ്പോൾ ഈ യാത്രയ്ക്ക് തുടക്കം മുതൽ തന്നെ പല കാരണങ്ങൾ പറഞ്ഞ് മുടക്കാൻ വേണ്ടി ശ്രമിച്ചത് നമുക്കറിയാം. പലയിടങ്ങളിലും അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു, പലയിടങ്ങളിലും കൊടിതോരണങ്ങളും അതുപോലെ തന്നെ അവരുടെ ബാനറുകളും ഒക്കെ നശിപ്പിക്കപ്പെട്ടു എന്ന ആക്ഷേപം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. കോൺഗ്രസ് നേതാക്കൾ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ BJP പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിതസ്ഥിതിയാണ് അസമിനകത്തുള്ളത്. അസാമിൽ ന്യായ് യാത്ര സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ മുഴുവൻ സുരക്ഷയും ഉറപ്പാക്കാൻ ഉത്തരവാദിത്തം അസം സർക്കാരിനാണ്, ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കാണ്. പക്ഷേ ഇതേ മുഖ്യമന്ത്രിയാണ് ക്ഷേത്രത്തിൽ എത്തുന്നതിന് രാഹുലിന് വിലക്ക് ഏർപ്പെടുത്തുന്നത്. അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത് രാമരാജ്യം എന്നാണ്. തീർച്ചയായിട്ടും അത് മാത്രമല്ല, അതിൽ ഗോപീഷ്ണൻ വേറൊരു കാര്യമുള്ളത്, ഇതേ മുഖ്യമന്ത്രി അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇവിടെയൊക്കെ അദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ അക്രമം ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അദ്ദേഹത്തിൻ്റെ റൂട്ട് മാറ്റണമെന്ന്. താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോൾ BJPയുടെ ഒരു നേതാവ്, ഒരു പ്രധാനമന്ത്രി ഇവിടെ കഴിഞ്ഞ ദിവസം റൂട്ട് മാർച്ച് നടത്തിയിട്ടുള്ളതാണ്, റോഡ് ഷോ നടത്തിയിട്ടുള്ളതാണ്. ഇനിയിപ്പം അമിത്ഷായോ നഡ്ഡയോ ഇനി സുരേന്ദ്രൻ്റെ യാത്ര പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നടത്താൻ പാടില്ല, പ്രശ്നമുണ്ടാകുന്നുണ്ട്, ആളുകൾ തടയുന്നതുകൊണ്ട് അത് മാറ്റിവെക്കണമെന്നോ അല്ലെങ്കിൽ റൂട്ട് മാറ്റണമെന്നൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് BJP സമ്മതിക്കുമോ? അതൊരിക്കലും ശരിയല്ലാത്തതാണ്. താങ്കൾ പറഞ്ഞ പോലെ ഈ യാത്ര, നേരത്തെ പ്രഖ്യാപിച്ച യാത്ര, പല സംസ്ഥാനങ്ങളിലൂടെ പോകുന്ന യാത്ര, അത് അസമിലൂടെ കടന്നു പോകുമെന്നും അതിന് വേണ്ട വഴിയൊരുക്കുക, അതിന് വേണ്ട സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് ഒരു മുഖ്യമന്ത്രിയുടെ കടമ എന്നും ഇദ്ദേഹം മനസ്സിലാക്കേണ്ടത്. അതിന് പകരം അദ്ദേഹം നിർദ്ദേശിക്കുകയാണ് അത് പാടില്ല എന്ന്. അദ്ദേഹം തന്നെ ഈ ക്ഷേത്രപ്രവേശനത്തിന് സമ്മതിക്കാതിരിക്കുകയാണ്. ഇതൊക്കെ സത്യത്തിൽ രണ്ട് കാര്യങ്ങളിൽ, ഒന്ന് അദ്ദേഹം എന്ത് താല്പര്യത്തോടു കൂടിയിട്ടാണോ പാർട്ടി മാറിയിട്ട് ഇപ്പുറത്ത് എത്തിയെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനേക്കാളൊക്കെ അപ്പുറത്തത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഒരു നയമാണ്. അല്ല, അത് മാത്രമല്ല സജീവൻ സാർ, ഇപ്പോൾ ഈ ഹിമന്ത ബിശ്വ ശർമ്മ ദ വീക്കിന് അനുവദിച്ച അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് കോൺഗ്രസ് വിട്ടത്, എവിടെയായിരുന്നു കോൺഗ്രസ് നേതാക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്, ഏത് ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയുമായി ഒത്തുചേർന്ന് പോകാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് താൻ എത്തിയത്, എങ്ങനെയാണ് ഭാവി കോൺഗ്രസിന്റെ രാഷ്ട്രീയം എങ്ങനെ പോകാൻ പോകുന്നു, അതായത് സംസ്ഥാനത്തെ ബ്രാക്കറ്റ് പാർട്ടിയായി മാത്രം കോൺഗ്രസ് ഒതുങ്ങാൻ പോകുന്നു എന്നിങ്ങനെ അദ്ദേഹത്തിന് കോൺഗ്രസിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ, രാഹുൽ ഗാന്ധിയോടുള്ള വ്യക്തിപരമായ വിയോജിപ്പുകൾ, ഇതൊക്കെ വിശദമാക്കുന്ന ഒരു അഭിമുഖം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ശ്രീ അബിൻ വർക്കി, ഇവിടെ ഈ രാഹുൽ ഗാന്ധിക്ക് ക്ഷേത്ര ദർശനത്തിന് പ്രവേശനം തടയാൻ ക്ഷേത്ര കമ്മിറ്റി പറഞ്ഞൊരു കാരണം അയോധ്യയിലെ ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം വൈകിട്ട് 3 മണിക്ക് ശേഷം പ്രവേശനം നൽകാം എന്നതായിരുന്നു. വേണമെങ്കിൽ ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും മാധ്യമങ്ങൾ വലിയ രീതിയിൽ അതിന് പ്രചാരം കൊടുക്കുകയും ഇത്
ഹൈന്ദവ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനമാണ് എന്ന് ഉദ്ഘോഷിക്കപ്പെടുകയും ലോകത്തെല്ലായിടത്തുമുള്ള തീർത്ഥാടക വിനോദസഞ്ചാരികൾക്ക് വന്നെത്തിച്ചേരാൻ കഴിയുന്ന ഒരു വലിയ ഇടമായി ഇത് മാറുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോകാൻ ഇടയുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ക്ഷേത്രപ്രവേശനം നടത്തുമ്പോൾ അതും ഒരു പ്രതിഷേധമായി വ്യാഖ്യാനിക്കപ്പെടും എന്നൊക്കെ കരുതി കൂട്ടിയുള്ള നീക്കമായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാരിൻ്റേത്. അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത് ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ചിലർ ചോദിച്ചിരിക്കുന്നു, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് തടഞ്ഞത്? അത് ഒരു ആരാധനാ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു നിയന്ത്രണമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത് രാമരാജ്യം എന്നാണ്. എന്താണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്? അതായത് ഇവിടെ ഇത്ര കൊട്ടിഘോഷിക്കപ്പെട്ട് ശ്രീ നരേന്ദ്രമോദി തന്നെ മുഖ്യ കാർമ്മികനാകുന്ന അയോധ്യയിലെ പുതിയ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന ചടങ്ങ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ അസമിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ക്ഷേത്രത്തിൽ, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ രാഹുൽ ഗാന്ധി ഒരു സന്ദർശനം നടത്തിയാൽ ശ്രീ നരേന്ദ്രമോദിക്കുണ്ടാകുന്ന ഒരു വിസിബിലിറ്റിയേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിക്ക് വിസിബിലിറ്റി ഉണ്ടാകും എന്ന് BJP ചിന്തിക്കുന്നിടത്താണ് ഈ രാജ്യത്തെ രാഷ്ട്രീയം ഇരിക്കുന്നത്. കാരണം അവർ അത്രമാത്രം രാഹുൽ ഗാന്ധിയുടെ ആ സന്ദർശനത്തെ പോലും ഭയക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവമായ കാര്യം. ഇപ്പോൾ ഈ ക്ഷേത്ര സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ നിരവധിയായ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി. അപ്പോൾ അദ്ദേഹം നർമ്മദ പൂജ നടത്തി ആരതി ഒഴിയുന്ന ഓംകാരേശ്വർ ക്ഷേത്രത്തിൽ ആരതി ഒഴിയുന്ന ചിത്രം അന്ന് കേരളത്തിൽ ഉടനീളം, ഇന്ത്യ മഹാരാജ്യത്ത് ഉടനീളം അന്ന് പ്രചരിച്ചതാണ്. അന്ന് രാഹുൽ ഗാന്ധി എന്നാണ് ഹൈന്ദവനായത്, രാഹുൽ ഗാന്ധിക്ക് എന്താണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കാര്യം എന്ന് വരെ ചോദിച്ച BJPക്കാരുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറമായിട്ട് അദ്ദേഹം പല ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നുണ്ട്, അദ്ദേഹം മറ്റു മതസ്ഥരുടെ പള്ളികൾ സന്ദർശിക്കുന്നുണ്ട്. അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ അവകാശങ്ങളും മൗലികമായ അവകാശങ്ങളുമാണ്. ഈ ഭാരത് ജോഡോ ന്യായയാത്ര തുടങ്ങിയതിന് ശേഷം 11-ാം തീയതി തന്നെ അസമിലെ വൈഷ്ണവ പണ്ഡിതനായ ശ്രീ ശങ്കർദേവയുടെ ജന്മസ്ഥലം കൂടിയായ ഭട്ടദ്രവയിൽ ആ ക്ഷേത്രം സന്ദർശിക്കുന്നതിനുള്ള അനുമതി തേടിക്കൊണ്ടുള്ള കത്ത് ഞങ്ങൾ കൊടുത്തിരുന്നു. ആ അനുമതി തേടിക്കൊണ്ടുള്ള കത്തിൽ കൃത്യമായ ഞങ്ങൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള അവിടുത്തെ അനുമതി പത്രവും നൽകിയിരുന്നു. അപ്പോൾ വളരെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത ഒരു പരിപാടിയുമായിട്ടാണ് ഭാരത് ജോഡോ ന്യായയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പൊടുന്നനെയാണ് ഇപ്പോൾ അസമിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻ ഈ യാത്ര നേരിടുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു രാഷ്ട്രീയ ജാഥയിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നവകേരള സദസ്സ് നടത്തുമ്പോൾ നമ്മൾ പ്രതിഷേധം നടത്തി. എന്തുകൊണ്ടാണ്? അതൊരു സർക്കാർ പരിപാടി ആയതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ CPM ഒരു ജാഥ നടത്തുമ്പോൾ ആരെങ്കിലും ഇവിടെ റെസ്ട്രിക്ഷൻ നടത്തുമോ? ഇല്ല. BJP ഒരു യാത്ര നടത്തുമ്പോൾ ആരെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ നടത്തുമോ? ഇല്ല. കോൺഗ്രസ് ഒരു ജാഥ നടത്തിയാൽ റെസ്ട്രിക്ഷൻ നടത്തേണ്ടതായ കാര്യവുമില്ല. പക്ഷേ അസമിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ജാഥ കടന്നു പോകുന്നിടത്തെല്ലാം ഏതെങ്കിലും ഒരു തരത്തിൽ ആ ജാഥയെ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമാണ് ആ അസമിലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആദ്യം പത്രക്കാരെ കാണുന്നതിന് വിലക്കേർപ്പെടുത്തി, പിന്നീട് റൂട്ട് മാറ്റാൻ പറഞ്ഞ് അവിടെ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശം വന്നു. അതുപോലെ തന്നെ ഈ ജാഥ കടന്നു പോകുന്നിടത്ത് BJPക്കാര് കൂടി നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ടുള്ള മുദ്രാവാക്യം വിളിക്കുകയും വലിയ സ്പീക്കർ, വലിയ ആംപ്ലിഫൈ ചെയ്തുള്ള സ്പീക്കർ വെച്ചുകൊണ്ട് BJPയെ പുകഴ്ത്തിക്കൊണ്ട് നരേന്ദ്രമോദിയെ പുകഴ്ത്തി രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്തിക്കൊണ്ടുള്ള വലിയ ഗാനങ്ങളും പ്രസംഗങ്ങളും ഈ ജാഥ കടന്നു പോകുന്ന വഴിയുടെ തൊട്ടരികിൽ അത് നടത്തുവാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ സർക്കാർ കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ ഈ ജാഥ നടക്കുന്നിടത്ത് ഒരു കൂട്ടം ആളുകൾ ഈ ബസ്സിനെ ആക്രമിക്കാൻ വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് അനുമതി കിട്ടിയിരുന്ന ഒരു ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുമെന്ന് ഉറപ്പുണ്ടായിട്ടും ക്ഷേത്ര കമ്മിറ്റി എല്ലാവിധമായിട്ടുള്ള അവിടെ സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടും അസമിൻ്റെ മുഖ്യമന്ത്രി നേരത്തെ കൂട്ടി പ്രസ്താവിക്കുകയാണ് 22-ാം തീയതി രാഹുൽ ഗാന്ധി ഒരു ക്ഷേത്രവും സന്ദർശിക്കാൻ പോകുന്നില്ല, അയാളെ ഒരു ക്ഷേത്രത്തിലും സന്ദർശനം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? 22-ാം തീയതി ഈ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുമെന്ന് കാലേ കൂട്ടി അനുമതിയും മേടിച്ച് ഞങ്ങൾ റിക്വസ്റ്റും കൊടുത്ത് എല്ലാവിധ പ്രൊസീജിയറും പൂർത്തീകരിച്ചിട്ട് അസം മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് ആ അനുമതി എങ്ങനെ നിഷേധിക്കാൻ പറ്റും എന്നുള്ളതിൽ അദ്ദേഹം ചിന്തിച്ചു എന്നതിൽ മാത്രമല്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രഷർ ഉണ്ടായി. ഇപ്പൊ ഗോപികൃഷ്ണൻ, ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം എന്താ? ഒരു വിശ്വാസിക്ക് ഏത് ക്ഷേത്രവും എപ്പോൾ വേണമെങ്കിലും സന്ദർശിക്കാം. അപ്പൊ അവർ പറഞ്ഞ കാരണം എന്താ? രാഹുൽ ഗാന്ധി അങ്ങോട്ട് വന്നാൽ ആ ചടങ്ങുകൾ അലങ്കോലപ്പെടും. ആ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകൾ അവിടെ സംബന്ധിക്കുന്നുണ്ട്. ഇവർ വേണമെങ്കിൽ പറഞ്ഞു 17 കിലോമീറ്റർ അപ്പുറ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടാണ് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. വേണമെങ്കിൽ പറഞ്ഞു
അവിടുത്തെ MP ആയിട്ടുള്ള തരുൺ ഗൊഗോയ് പൊക്കോട്ടെ, പക്ഷേ രാഹുൽ ഗാന്ധിയെ വിടില്ല. അവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ ആ ക്ഷേത്രം സന്ദർശിക്കട്ടെ, പക്ഷേ രാഹുൽ ഗാന്ധിയെ വിടില്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രശ്നം. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസൻസിനെ പോലും BJP ഭയക്കുന്നു. രാഹുൽ ഗാന്ധി ആ സമയത്ത് ഈ 11-12 മണി സമയത്ത് പോലുമില്ല, രാവിലെ 8 മണിക്കാണ് ഒരു സന്ദർശനത്തിനുള്ള അനുമതി മേടിച്ചിരുന്നത്. രാവിലെ 8 മണിക്ക് ശ്രീ ശ്രീ ശങ്കർദേവ ജന്മസ്ഥലത്ത് ആ ക്ഷേത്രത്തിൽ ഭട്ടദ്രവയിൽ ഒരു സന്ദർശനം നടത്തി അവിടെ പൂജ നടത്തിയാൽ, അല്ലെങ്കിൽ അവിടെ ഒരു സന്ദർശനം നടത്തുന്നതിൽ പോലും രാഹുൽ ഗാന്ധിയുടെ പ്രസൻസിനെ നരേന്ദ്രമോദി ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ BJPയുടെ യഥാർത്ഥ രാമരാജ്യം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. രാഹുൽ ഗാന്ധി ഭട്ടദ്രവ സത്രയിൽ ദർശനം നടത്താൻ വേണ്ടി എത്തുന്നതിനെ തടയുന്നത് രാഹുൽ ഗാന്ധിയെ ഭയന്നിട്ടാണ്, രാഹുൽ ഗാന്ധിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ജനസമ്മതിയിൽ ഭയന്നിട്ടാണ് എന്നൊരു നിരീക്ഷണം ഇവിടെ ഉണ്ടായി. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ എന്തിനാണ് പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു വിലക്ക്? തീർച്ചയായും അബിൻ വർക്കിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒക്കെ അങ്ങനെ ഒരു നിരീക്ഷണം നടത്താനും അങ്ങനെ ഒരു നിഗമനത്തിലെത്താനും ഉള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. കാരണം കുറേ നാളായിട്ട് ഇങ്ങനെ കേൾക്കുകയാണ്. അതായത് കഴിഞ്ഞ ഏകദേശം 9 വർഷത്തോളമായിട്ട് കേൾക്കുകയാണ്. ഇടയ്ക്ക് രാഹുൽ ഗാന്ധി പറയും, ഇടയ്ക്ക് കോൺഗ്രസ് പറയും മോദിക്ക് രാഹുലിനെ പേടിയാണ്, ഞങ്ങൾ അദ്ദേഹം പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോഴും നിങ്ങളെന്നെ പേടിക്കരുത് ഡെറോമത്ത്. അതായത് ഇദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ നരേന്ദ്രമോദിയെ പേടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് തോന്നിപ്പോകും. ഈ പേടി ഭയം എന്നിങ്ങനെ ഈ വാക്കുകൾ ആവർത്തിച്ച് ഇങ്ങനെ നാമം ജപിക്കുന്ന പോലെ ഇവരിങ്ങനെ പറയുന്നത് കേട്ടാൽ ശരി, അതവിടെ നിൽക്കട്ടെ. ഇനിയും ഇവിടെ സത്യം പറയാമല്ലോ, ഇന്ന് ഈ 24 നിന്ന് ഈ രാഹുൽ ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴാണ് എൻ്റെ ഗോപികൃഷ്ണൻ ഇങ്ങനെ ഒരു സംഭവം ഈ നാട്ടിൽ നടക്കുന്നുണ്ട്, ഏതോ ഒരു മൂലയ്ക്ക് നടക്കുന്നുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നത്. ഇവിടെ ഒരൊറ്റ മാധ്യമം ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല ഇങ്ങനെ ഈ രാഹുൽ ഗാന്ധി. അതായത് നരേന്ദ്രമോദിയെ പേടിപ്പിക്കുന്ന സാധനമാണേ. പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് അവിടെ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് രാവിലെ കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ പ്രവേശനം കുറച്ച് നീട്ടിവെക്കണം എന്ന് സർക്കാർ അഭ്യർത്ഥിച്ചതിൻ്റെ കാരണം, അവർ ആവശ്യപ്പെട്ടതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് പൂർണ്ണമായി എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇന്ന് രാവിലെ 8 മണി മുതൽ രാവിലെ 6-7 ആ ഒരു സമയം മുതൽ തന്നെ ഏതാണ്ട് ഈ പ്രാണപ്രതിഷ്ഠ സമയം വരെ ഉച്ചയ്ക്ക് ഏകദേശം 2 മണി വരെ ഇന്ന് ഭാരതത്തിലെ ഏതാണ്ട് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുകയാണ്. പ്രത്യേക പൂജകൾ, പ്രത്യേക ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ ക്ഷേത്രത്തിൽ കടക്കുന്നതിന് തടയാൻ ഇടവന്ന സാഹചര്യത്തെ കുറിച്ച് താങ്കൾക്ക് അറിയില്ല. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. രാഹുൽ ഗാന്ധിയെ ഭയക്കേണ്ടതില്ല, ഇന്ത്യ മുന്നണിയെ ഭയക്കേണ്ടതില്ല. 3ാം വട്ടവും അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും രാഷ്ട്രീയമായും അല്ലാതെയും അടിത്തറ പാകിക്കഴിഞ്ഞു എന്നൊക്കെ BJP നേതാക്കൾ നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും എന്തിനാണ് പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുന്നത്? എന്തിനാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന വാഹനവ്യൂഹം ആക്രമിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ജയറാം രമേശിന്റെ വാഹനം അടിച്ചു തകർക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് അസമിലെ PCC അധ്യക്ഷൻ ഭൂപൻ ബോറയെ കായികമായി ആക്രമിക്കാൻ നീക്കം നടന്നത്? എന്തുകൊണ്ടാണ് ഭാരത് ജോഡോ ന്യായ യാത്ര കടന്നു പോകുന്ന വഴികളിൽ പരിപാടികൾക്ക് സർക്കാർ അനുമതി നിഷേധിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ കൊടിതോരണങ്ങളും അവരുടെ ബാനറുകളും വലിച്ചു കീഴുകയും അക്രമം നടത്തുകയും ചെയ്യുന്നത്? അതിൻ്റെയൊക്കെ ഏറ്റവും ഒടുവിലല്ലേ ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിനുള്ള വിലക്ക്? ഇതൊരു ചെറിയ കാര്യമാണോ? സംസ്ഥാന സർക്കാരിന് ഇതിന് ഉത്തരവാദിത്വമില്ലേ? ഹിമന്ത ബിശ്വ ശർമ്മ എന്ന മുഖ്യമന്ത്രി ആരെയാണ് ഭയക്കുന്നത്? വീണ്ടും നിങ്ങൾക്ക് ഈ ഭയപ്പെടുത്തൽ, നരേന്ദ്രമോദിയെ പേടിപ്പിക്കൽ എന്നുള്ള അതൊരു മാനിയെ പോലെ നിങ്ങൾക്ക് അങ്ങ് പിടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരി, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക സംതൃപ്തി കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഗോപികൃഷ്ണൻ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ യാത്രയാണ്, കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയമായ പരിപാടിയാണ്. ആ രാഷ്ട്രീയമായ പരിപാടിയോടെ രാഷ്ട്രീയമായ എതിർപ്പുകളും രാഷ്ട്രീയമായ വിമർശനങ്ങളും ഉണ്ടാകും. അത് ചിലപ്പോൾ തർക്കങ്ങളുണ്ടായിന്ന് വരും, ചിലപ്പോൾ അത് നോർത്ത് ഇന്ത്യയാണ്, ഓരോ സ്ഥലത്തെ സാഹചര്യം അനുസരിച്ച് അത് ചിലപ്പോൾ ഫിസിക്കൽ സ്ട്രഗിളിലേക്ക് എത്തിയെന്ന് വരും. ഇതൊക്കെ ഈ നാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒന്നുമല്ല. ഇത് ഇഷ്ടംപോലെ ഇവിടെ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായി എത്രയോ കാലമായി നമ്മളിത് കാണുന്നതാണ്. അല്ല ശ്രീ ശിവപ്രസാദ്, ഞാൻ ചോദിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് ഹിന്ദു ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി, ഈ ഭാരതീയ സംസ്കാരത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഉള്ള ഈ
ഒരു വലിയ ചടങ്ങ്. അതേസമയം വിശ്വാസിയായ രാഹുൽ ഗാന്ധി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ താങ്കൾ പറയുന്നത് അതൊരു രാഷ്ട്രീയ പരിപാടി. അല്ലല്ല, ഞാൻ പറഞ്ഞു, ഞാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിൽ എന്തായാലും നിങ്ങൾ ആ വിഷയം ഇട്ട സ്ഥിതിക്ക് ഞാൻ പറഞ്ഞേക്കാം. അദ്ദേഹം ഭയങ്കര വിശ്വാസിയായ ഹിന്ദുവാണ്, അദ്ദേഹത്തിന് ഭയങ്കര അമ്പലത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇതൊക്കെ പറഞ്ഞു. ഗോപികൃഷ്ണൻ ഇദ്ദേഹം കുറച്ചു കാലം മുമ്പ് ഭാരത് ജോഡോ യാത്ര നടത്തിയല്ലോ. ഈ കേരളത്തിൽ കൂടെ തിരുവനന്തപുരം മുതൽ പാലക്കാട് അങ്ങനെ ഈ ഇതുവഴി അദ്ദേഹം പോയി. ഈ പോകുന്ന വഴിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, വടക്കുംനാഥ ക്ഷേത്രമുണ്ട്, ഗുരുവായൂർ ക്ഷേത്രമുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഈ മനുഷ്യൻ പോയോ? ഏതെങ്കിലും ഒരു ഈ വിശ്വാസിയായ ഹിന്ദു മഹാക്ഷേത്രങ്ങളാണ് ഇതെല്ലാം. അല്ല, ഞാനൊരു കാര്യം ഇതാരാണ് തീരുമാനിക്കുന്നത്? അതായത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ അല്ലല്ല, ഞാൻ ചോദിക്കലല്ല, ഒറ്റ കാര്യം, അതായത് ഇവിടെ ഹിന്ദുക്കൾ ആരാണെന്നും ഹൈന്ദവ വിശ്വാസം ഏത് രീതിയിലായിരിക്കണമെന്നും ആചാരക്രമങ്ങൾ എന്തായിരിക്കണമെന്നും എങ്ങനെയാണ് വിശ്വാസി അയാളുടെ വിശ്വാസം പ്രകടിപ്പിക്കേണ്ടതെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ഈ രാജ്യത്തെ BJP-കാരാണോ? ഇല്ലില്ല, അല്ലല്ലല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ അദ്ദേഹം കടന്നുപോയ മാർഗങ്ങളിൽ ഇവിടെയുള്ള മഹാക്ഷേത്രങ്ങളിൽ ഒന്നും കയറാതെ അദ്ദേഹം ഇവിടെ വെച്ച് മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ ഞാൻ കയറുന്നു, എനിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആ വൈരുദ്ധ്യം ചോദ്യം ചെയ്യാനും ആ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാനും എനിക്ക് അവകാശമുണ്ട്. അതൊരു വൈരുദ്ധ്യം പോലുമല്ലല്ലോ, അതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അതൊരു വൈരുദ്ധ്യമായി കാണുന്നതാണ് സാർ ഏറ്റവും വലിയ പ്രശ്നം. അതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ മാനത്ത് നിന്ന് കാണാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന, നമ്മളെ ബോധവാന്മാരാക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോ അദ്ദേഹം കേരളത്തിൽ, ഞാൻ ഇത്രേ പറഞ്ഞു, ഇത് പറയാൻ എനിക്ക് അവകാശമുണ്ട്. ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് അവകാശമുണ്ട്. ആ അവകാശം ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ ചോദ്യമായി ഞാൻ താങ്കളുടെ മുന്നിൽ വെക്കുകയാണ്. ഒരു പൗരൻ എന്ന നിലയിൽ താങ്കൾക്ക് അതിനുള്ള അഭിപ്രായം എന്താണെന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. അദ്ദേഹത്തിനോട് പറഞ്ഞത് താങ്കൾ തന്നെ പറഞ്ഞല്ലോ, താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചിട്ടില്ല. താങ്കൾ ഒരു 3 മണിക്ക് ശേഷം ആ സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അറിയിച്ച കാര്യങ്ങൾ ആദ്യം അനുമതി നൽകുക, എന്നിട്ട് എത്താൻ നേരത്തെ പ്രവേശനം നിഷേധിക്കുക. കാരണം എന്താ പറഞ്ഞത്? അയോധ്യയിലെ ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം മതിയെന്ന്. ഈ രാജ്യത്ത് ഏത് ക്ഷേത്രത്തിലാണ് ചടങ്ങുകൾ അവിടെ നടക്കുകയാണ്? അല്ല, ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ എനിക്കൊന്ന് പറഞ്ഞു, ഈ രാജ്യത്തെ ഏത് ആരാധനാലയത്തിലാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് മറ്റ് ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്? എവിടെയാണ് ഈ രാജ്യത്ത് നിയന്ത്രണം? ഞാനതാ പറഞ്ഞു, ഓരോ സാഹചര്യത്തിനനുസരിച്ച്. ഇന്ന് രാഹുൽ ഗാന്ധിക്ക് മാത്രം ഒരു നിയന്ത്രണമോ? വലിയൊരു പരിപാടിയിൽ പങ്കെടുത്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധിക്ക് മാത്രം. അല്ല, അത് ഞാൻ സമ്മതിക്കും. ഞാൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് മാത്രം നിയന്ത്രണമോ? അല്ലല്ല, അത് ഭാരതം മുഴുവനുമുള്ള ക്ഷേത്രങ്ങളിൽ പരിപാടികൾ നടന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണെന്ന്. മുൻകൂർ പറയുന്ന കേൾക്കൂ. ആ സാഹചര്യത്തിനനുസരിച്ച് ആ പരിപാടികൾ നന്നായിട്ട് നടന്നു പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം അതാത് സ്ഥലത്തെ ക്ഷേത്രങ്ങൾക്കുണ്ട്. അദ്ദേഹത്തിനോട് കയറണ്ടെന്നല്ല പറഞ്ഞത്. താങ്കൾ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യൂ, അല്ലെങ്കിൽ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് വിയോജിച്ചുകൊണ്ട് സർവമത സമ്മേളനവും റാലിയും നടത്താൻ മമതാ ബാനർജിക്ക് അനുമതിയുണ്ട്. അവിടെ സീതാരാമക്ഷേത്രം അവിടെ കർണാടകയിൽ സിദ്ധരാമയ്യ പറയുന്നു, ഞങ്ങൾ പിന്തുടരുന്നത് BJP-യുടെ രാമനെയല്ല, ഗാന്ധിയുടെ രാമനെയാണെന്ന് പറയുന്നു. സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അസമിൽ ഭട്ടദ്രവ സത്രയിൽ ദർശനം നടത്താൻ രാഹുൽ ഗാന്ധിക്ക് സ്വാതന്ത്ര്യമില്ല. അദ്ദേഹത്തോട് പറയുന്നു 3 മണി കഴിഞ്ഞ് വന്നാൽ മതി. കാരണം എന്താ? അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് ദർശനം നിഷേധിക്കപ്പെടുന്നു. അയോധ്യയിൽ മുഴങ്ങിക്കേട്ട രഘുപതി രാഘവ രാജാറാം തന്നെയാണ് അത് പാടിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി പുറത്തിറങ്ങി പ്രതിഷേധിച്ചത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു? എനിക്കറിയില്ല, താങ്കൾ പറഞ്ഞു തന്നാൽ ഞാനത് മനസ്സിലാക്കാം. പറയുന്ന കേൾക്കൂ. അവിടെ ഓൾറെഡി വലിയ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ ഉള്ളിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലൊരു VIP കൂടെ ചെന്ന് കഴിഞ്ഞാൽ ആ പരിപാടിയെയും രാഹുൽ ഗാന്ധിയുടെ സെക്യൂരിറ്റിയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ശരി, ഒരു അതുപോലെ ഇന്ത്യയിൽ സംസ്ഥാനത്തിന്റെ- ഒരിടത്തും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. കാര്യം സംസ്ഥാനത്തിന്റെ വേറെ ഒരിടത്തും ക്രമസമാധാന- ഇതുപോലെ ആൾക്കാർ ആ സമയത്ത് ഒരു ചെല്ലാൻ സംസ്ഥാനത്തിന്റെ ശ്രമിച്ചിട്ടുമില്ല. ക്രമസമാധാന പാലനം ആരുടെ ഉത്തരവാദിത്തമാണ് ശ്രീ ഷാബു പ്രസാദ്? സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതിന്റെ തന്നെയാണ് ഇവര് പറഞ്ഞത്. അതിൽ അസമിൽ സംസ്ഥാന സർക്കാർ അത് നിർവഹിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ന്യായ് യാത്രയ്ക്ക് നേരെ എങ്ങനെയാണ് BJP പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുന്നത്? എങ്ങനെയാണ് BJP പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുന്നത്? എങ്ങനെയാണ് DCC അധ്യക്ഷന്റെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇവിടെ രാഷ്ട്രീയ യാത്രകളും രാഷ്ട്രീയ പരിപാടികൾ നടക്കുമ്പോൾ അതിനോടുള്ള വിമർശനങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, പലപ്പോഴും ചിലപ്പോൾ ഫിസിക്കൽ സ്ട്രഗിളുകളൊക്കെ ഉണ്ടാകും. ഇതാദ്യമായിട്ടൊന്നും നടക്കുന്നതല്ല. ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണിത്. കോൺഗ്രസ് നടത്തിയാലും BJP നടത്തുമ്പോഴൊക്കെ അതിൻ്റേതായ രീതിയിൽ ഉണ്ടായിട്ടുമുണ്ട്. അത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മുടെ ഇവിടുത്തെ ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണത്. അതുണ്ടാവാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ സമയത്തും ഉണ്ടായിട്ടുണ്ടാകും. അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതിയത്. അല്ലാതെ അതെല്ലാം കൂടെ നരേന്ദ്രമോദി പേടിച്ച് മൂത്രം ഒഴിച്ച് ഉറക്കം ചെട്ടി എഴുന്നേറ്റ് രാഹുൽ ഗാന്ധിയെ സ്വപ്നം കണ്ട് എന്നൊക്കെ. ശരി, നിങ്ങൾക്ക് സ്വപ്നം കണ്ടോളൂ, നിങ്ങൾക്ക് തീർച്ചയായും അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാനുള്ള അവകാശത്തിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതൊക്കെയാണ് അതിൻ്റെ അവസ്ഥ. അവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പരിപാടിയുടെ നടുവിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലൊരു VIP കടന്നു ചെന്ന് ഇവിടെ കയറി ചെല്ലുമ്പോൾ അത് ആ പരിപാടിയെയും ബാധിക്കും, രാഹുൽ ഗാന്ധിയെയും ബാധിക്കും. അതൊഴിവാക്കാൻ വേണ്ടി താങ്കൾ ഇത് കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ശരി, ഞാൻ വരാം. സജീവൻ സാർ, ഇവിടെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ യാത്ര ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുകയോ അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ ഇതാദ്യമായിട്ടല്ല, ചരിത്രത്തിൽ അങ്ങനെ സമാനമായ ഉദാഹരണങ്ങൾ ധാരാളം എടുക്കാൻ കഴിയുമെന്ന് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞു. KPCC അധ്യക്ഷൻ K. സുധാകരൻ MP ഒരു വാർത്താക്കുറിപ്പ് ഇന്ന് ഇതിനുശേഷം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഒരു വരി ഞാൻ വായിക്കാം. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് അറിയാനുള്ളത്. ഇന്ത്യൻ ജനത അവരുടെ യഥാർത്ഥ നായകനായി രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതിൻ്റെ വെപ്രാളത്തിലാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ BJP നടത്തുന്ന ആക്രമണങ്ങൾ എന്ന്. ആ നിലയിൽ താങ്കൾ ഈ സംഭവങ്ങളെ കാണുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം K. അല്ലല്ല, സുധാകരൻ പറഞ്ഞ പോലെ സജീവൻ സാറിനോട്. ഇന്ത്യയിലെ ജനത മൊത്തമായിട്ടും രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതേ സമയത്ത് ഇവിടെ ഷാബു പ്രസാദ് തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇദ്ദേഹം നേരത്തെ സംസാരിച്ചു തുടങ്ങിയത് തന്നെ ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവത്തിന് വിളിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഇങ്ങനെ ഭാരത് ജോഡോ യാത്ര, ന്യായ് യാത്ര നടക്കുന്നതായിട്ട് ഞാൻ ഓർക്കുന്നത് പോലും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഇങ്ങനെ ഒരു യാത്ര നടക്കുന്നതായിട്ട് അറിയില്ല എന്നാണ്. അങ്ങനെ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ തടയുന്നത്? ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ ദിവസം ആ ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് ആരും ഗൗനിക്കാത്ത ഒരു യാത്ര, അല്ലെങ്കിൽ ആരും ഗൗനിക്കാത്തൊരു നേതാവിനെ എന്തിനാണ് ഇവരിങ്ങനെ തടയേണ്ട കാര്യമുള്ളത്? അത് തടഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ പോലും ഇവിടെ ചർച്ച ചെയ്ത് ഇന്ത്യ മുഴുവൻ ഈ രാഹുൽ ഗാന്ധിയെ തടഞ്ഞു എന്ന് ചർച്ച ചെയ്തതിന് കാരണം ഇതാണല്ലോ. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി അവിടെ പോകുന്നത് അത് അവിടെ ഒരു രാഹുൽ ഗാന്ധിയെ പോലെ ഒരു VVIP ഈ സമയത്ത് അവിടെ കുറേ ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചില്ലെങ്കിൽ പോലും സോണിയാഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയെയും ഒക്കെ ക്ഷണിച്ചിരുന്നല്ലോ ഈ അയോധ്യയിലേക്ക്, രാമക്ഷേത്രത്തിൻ്റെ സന്നിധിയിലേക്ക്. അവർ വന്നു കഴിഞ്ഞാൽ ആകെ അലങ്കോലപ്പെടുമെന്ന് അപ്പോൾ BJPക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇനി ഇതൊക്കെ പോട്ടെ, അത് അവിടെയാണ്, അവിടെ അതിനുള്ള കർക്കശമായിട്ടുള്ള സുരക്ഷ ഉണ്ടാകുന്നതൊക്കെയാണെങ്കിൽ ഇതേ രാഹുൽ ഗാന്ധി പോകാൻ ശ്രമിച്ചതുപോലെ ഇന്ത്യയിലെ മറ്റ് പല സ്ഥലങ്ങളിൽ, ഡൽഹിയിലുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണല്ലോ അമിത്ഷാ പോയിട്ടുള്ളത്. അമിത്ഷാ രാമക്ഷേത്രത്തിലേക്കല്ലല്ലോ പോയത്. അമിത്ഷാ ഡൽഹിയിലുള്ള ക്ഷേത്രത്തിൽ പോയി, നഡ്ഡ വേറൊരു ക്ഷേത്രത്തിൽ പോയി. ഇവരൊക്കെ പോകുമ്പോൾ അവിടെ ഇതേപോലെ പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ജനകീയനായിട്ടുള്ള എന്ന് BJPക്കാർ വിശ്വസിക്കുന്ന നഡ്ഡയും അതിനേക്കാൾ ജനകീയനായിട്ടുള്ള അമിത്ഷായും ഒക്കെ പോകുമ്പോൾ അത് അലങ്കോലപ്പെടില്ല. അങ്ങനെ VVIPകൾ വന്നു കഴിഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ മാറിപ്പോയില്ലേ, ഭക്തിയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞുപോയില്ലേ? അപ്പോൾ അങ്ങനെ അതെന്തുകൊണ്ടാണ് അവർക്ക് പ്രവേശനം കൊടുത്ത് അവരും ഇതേപോലെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് 3 മണിക്ക് ശേഷം വന്നാൽ മതി എന്ന് പറയാമായിരുന്നല്ലോ. അപ്പോൾ ഇതിലൊക്കെ ഇരട്ടത്താപ്പാണ്.
ഒരു പ്രശ്നമുള്ളത് രാഹുൽ ഗാന്ധിയെ പോലെ ഉള്ള ഒരാൾ ഇങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ്. അത് തടയാൻ വേണ്ടി തന്നെയാണ് ഈ ശ്രമങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിനിപ്പോൾ ഭക്തനാണോ ഇല്ലയോ, അദ്ദേഹം എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മുതൽ യാത്ര ചെയ്യുമ്പോൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും വൈക്കം ക്ഷേത്രത്തിലും ഗുരുവായൂരും ഒന്നും പോവാതിരുന്നത് എന്നുള്ളതാണെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മളൊക്കെ പലപ്പോഴും ഞാൻ പല ക്ഷേത്രങ്ങളുടെ മുമ്പിലൂടെ പോകാറുണ്ട്, അവിടെ കയറാറൊന്നുമില്ല. ചിലപ്പോൾ എനിക്ക് ചില ക്ഷേത്രത്തിൽ കയറണം തോന്നി അവിടെ കയറും. അത് എൻ്റെ താല്പര്യമാണ്. എല്ലാ ദിവസവും ഒരേ ക്ഷേത്രത്തിൽ കുറേ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ആളുകളുണ്ട്, അത് അവരുടെ ഇഷ്ടം. രാഹുൽ ഗാന്ധിക്ക് പോവാം. ഇനിയിപ്പോൾ വേറൊരു കാര്യമാട്ടെ, അമിത്ഷാ എന്ന് പറയുന്ന ആൾ എൻ്റെ അറിവ് പ്രകാരം അദ്ദേഹം ജൈനനാണ്, ജൈനമതക്കാരനാണ്, ഹിന്ദു മതത്തിൽപ്പെട്ട ആൾ പോലുമല്ല. പിന്നെ അദ്ദേഹത്തിന് ആ ക്ഷേത്രത്തിൽ പോകുന്ന എന്താ വിലക്ക് ഇല്ലാത്തത്? അപ്പോൾ അദ്ദേഹം പോയിക്കോട്ടെ, അതിന് ഒരാളെ തടയാൻ പാടില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. അങ്ങനെ അദ്ദേഹം ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജൈനമതത്തിൽ നിന്ന് മാറിയിട്ട് ഹിന്ദു മതത്തിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്, അതും ചെയ്യാം. അതൊക്കെ വ്യക്തി താല്പര്യമാണ്. ആ താല്പര്യവും ആ അവകാശവും രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്കും കിട്ടണം. പക്ഷേ രാഹുൽ ഗാന്ധിയെ സമ്മതിക്കില്ല. രാഹുൽ ഗാന്ധി ഇവിടെ മാത്രമല്ലല്ലോ, ക്ഷേത്രപ്രവേശനം മാത്രമല്ല തടഞ്ഞിട്ടുള്ളത്, അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ കൃത്യമായിട്ട് അത് ആക്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ ആക്രമിക്കുന്നു, വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ഫ്ലെക്സ് ബോർഡുകൾ മുഴുവൻ തകർക്കുന്നു. ഇങ്ങനെയെല്ലാം അതുപോലെ എന്തുകൊണ്ട് അത് തടയുന്നതിനാണ്? രാഹുൽ ഗാന്ധിയുടെ യാത്ര ഒരു ചലനവും ഉണ്ടാക്കാതെ ഇങ്ങനെ പോവുകയാണ്. 4 ആളുകൾ അറിയില്ല. ഇപ്പോൾ ഷാബു പ്രസാദ് പോലും ഇവിടെ അറിഞ്ഞിട്ടില്ല അങ്ങനെ യാത്ര നടക്കുന്നതായിട്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ പൊയ്ക്കോട്ടെ, അത് ആരും കാണാതെ ആരും ശ്രദ്ധിക്കാതെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു അത് തടയുന്നു, അത് നേരെ അക്രമം ഉണ്ടാവുന്നു, അതിന് തൊട്ട പിന്നാലെയാണ് ഇത് ഉണ്ടാവുന്നത്. ആ യാത്ര മാറ്റി ഇപ്പം ക്ഷേത്രത്തിൽ പോകുന്ന കുറച്ച് മണിക്കൂർ മാറ്റി വെച്ചുകൂടെ എന്ന് പറഞ്ഞ പോലെയല്ല. ഒരു യാത്ര പോകുമ്പോൾ ആ യാത്ര റൂട്ട് മാറ്റണം. അവിടെ അക്രമം ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകരുത്, നിങ്ങൾ ഈ വഴിക്ക് പോകണം. ഈ അക്രമകാരികളെ അവർ പ്രത്യേകിച്ചും BJP-ക്കാരാകുമ്പോൾ അവരെ തടയാൻ ഈ മുഖ്യമന്ത്രിക്ക് കഴിയില്ലേ, അദ്ദേഹത്തിൻ്റെ പോലീസിന് കഴിയില്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യാതെ ഈ ഒരു നേരത്തെ പ്രഖ്യാപിച്ച പല സംസ്ഥാനങ്ങളിലൂടെ പോകുന്ന ഒരു യാത്ര അതിങ്ങനെ പോകണ്ട ഇങ്ങനെ പോകണം, അത് ഈ വഴിക്ക് പോയാൽ മതി എന്നൊക്കെ പറയുന്ന രീതി എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളതാണ്. അത് ചെയ്തിട്ട് പിന്നെ അതോടൊപ്പം ക്ഷേത്രത്തിലേക്ക് കൂടി പോകാൻ പാടില്ല. ഈ അദ്ദേഹം രാമക്ഷേത്രത്തിലേക്ക് അല്ലല്ലോ പോയിട്ടുള്ളത്, എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ പോകുമെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അദ്ദേഹം വേറെ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ പ്രാർത്ഥിച്ച് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യും. അതിന് എന്തിനാണ് ഇത്തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് പൂർണ്ണമായിട്ടുള്ള അവകാശ നിഷേധമാണ്. ഒരാളുടെ മതാചാരം നടത്തുന്നതിനുള്ള അത് വിലക്ക് ഏർപ്പെടുത്തലാണ് എന്നതിൽ ഒരു സംശയമില്ല. ശരി, രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയ വിലക്കുണ്ടായോ? അസമിൽ ക്ഷേത്ര പ്രവേശനത്തിൽ രാഹുൽ ഗാന്ധിക്ക് വിലക്ക് ഏർപ്പെടുത്തപ്പെട്ടതാണ്. ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞോളൂ. ഒറ്റ കാര്യം, അതായത് ഇന്ന് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ തമിഴ്നാട്ടിൽ ധാരാളം ഇടത്ത് പോലീസ് അത് തടയുകയും ആ LED വോളുകൾ അഴിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായി. ഒരുപാട് 100 കണക്കിന് ആൾക്കാരുടെ അവകാശ നിഷേധമാണ് നടന്നത്. ശ്രീ സജീവൻ സാറും അല്ലെങ്കിൽ അബിൻ വർക്കിയും താങ്കൾ കാണിച്ച് ആ ഒരു വികാരത്തോടു കൂടി ആ സംഭവത്തിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അതിനെ എതിർക്കുമോ? അതും ക്രമസമാധാനം സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവകാശം സംരക്ഷിച്ചുകൊണ്ട് ക്രമസമാധാനം സംരക്ഷിക്കാനുള്ള ബാധ്യത തമിഴ്നാട് സർക്കാരിനില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുമോ? സാർ പറഞ്ഞോളൂ മറുപടി. ഇതിൽ ഈ പ്രശ്നം വെച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഹർജിക്കാർ. അതിൽ സുപ്രീം കോടതി പറഞ്ഞത് നിയമപരമായിട്ടുള്ള രീതികൾ സ്വീകരിച്ചുകൊണ്ട് അനുമതി കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്നുള്ളതാണ്. ഇതിൽ തമിഴ്നാട് സർക്കാർ അത് ചെയ്ത് ഞാൻ ന്യായീകരിക്കുന്നില്ല. അങ്ങനെ തടയേണ്ട അവിടെയുള്ള ആളുകൾ ഈ രാമക്ഷേത്രത്തിലെ ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾ കണ്ടുപോയത് കൊണ്ട്, ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ടുപോയത് കൊണ്ട് ഭൂമികുലുക്കം ഉണ്ടാകാൻ പോകുന്നില്ല, ആകാശം താഴേക്ക് വീഴാൻ പോകുന്നില്ല. അത് ചെയ്തതിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ അതിന് സംസ്ഥാന സർക്കാർ, സ്റ്റാലിൻ്റെ സർക്കാർ പറഞ്ഞിട്ടുള്ളത് അനുമതി പോലും ചോദിക്കാതെ ഇങ്ങനെ ചെയ്യുന്നു. അവിടെ പ്രാർത്ഥിക്കുന്നതിനോ ഒന്നിനും എതിരില്ല. പക്ഷേ അവിടെ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലീസിൻ്റെ അടുത്തൊരു പെറ്റീഷൻ, ഒരു അനുമതി കൊടുക്കണം, ഹർജി കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു പറയണം. അത് നമ്മൾ പലപ്പോഴും റോട്ടിലൂടെ വെറുതെ ഇറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തി പോയില്ലല്ലോ. അവിടെ പോലീസിനെ നമ്മൾ ആദ്യം തന്നെ അറിയിക്കും.
അങ്ങനെ ചെയ്തില്ല എന്നാണ് സുപ്രീം കോടതിയിൽ തമിഴ്നാട് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അതിന് സുപ്രീം കോടതി പറഞ്ഞ കാര്യം ഇതാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് അവരുടെ അപേക്ഷ പരിഗണിക്കണം, കൊടുക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അപേക്ഷ പരിഗണിക്കണം എന്നാണ്. ഞാൻ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ഷാബു പ്രസാദ് ചോദിച്ചുകൊണ്ട് പറയുന്നു, വ്യക്തിപരമായ രീതിയിൽ അങ്ങനെ തടഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അയോധ്യയിൽ ഇന്ന് നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഒരു രാഷ്ട്രീയ പരിപാടിയാണ് എന്ന ആക്ഷേപമാണ് നിങ്ങൾക്കുള്ളത്. സംഘപരിവാർ സംഘടനകളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കപ്പെടുകയാണെന്നാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായ വിമർശനവും. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ക്ഷണം നിരസിച്ചതും. അപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് ഈ രാമക്ഷേത്രത്തിൽ ഇന്ന് കണ്ടതെങ്കിൽ, അതേപോലെ മറ്റൊരു രാഷ്ട്രീയ നാടകമാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നേ ദിവസം തന്നെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തത് എന്ന ആരോപണത്തെ നിങ്ങൾ എങ്ങനെ നേരിടും? ശ്രീ ഗോപികൃഷ്ണൻ, 2-3 കാര്യങ്ങളാണ് ശ്രീ ഷാബു പ്രസാദ് ഇവിടെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുവാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ ഹൈന്ദവ വിശ്വാസികളുടെ മുഴുവൻ അട്ടിപ്പേറവകാശം BJPക്കോ RSSനോ ഈ രാജ്യത്ത് ആരും കൊടുത്തിട്ടില്ല എന്നുള്ളത് ശ്രീ ഷാബു പ്രസാദ് അടക്കമുള്ള ആളുകൾ ഇവിടെ മനസ്സിലാക്കണം. ഹൈന്ദവ ജനത മുഴുവൻ RSS ആണ്, മുഴുവൻ BJP ആണ്. ഹൈന്ദവ ജനതയുടെ മുഴുവൻ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അവരാണ് എന്നൊന്നും ആരും ഇവിടെ വിചാരിക്കുകയും വേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കാനുമുള്ള. രണ്ടാമത്തെ കാര്യം, ശ്രീ രാഹുൽ ഗാന്ധി കേരളം സന്ദർശിച്ചപ്പോൾ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചില്ല എന്നുള്ളൊരു ക്യാപ്സ്യൂൾ ഇന്ന് ഉച്ച തിരിഞ്ഞത് മുതൽ BJPയുടെ ക്യാപ്സ്യൂൾ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ ക്യാപ്സ്യൂൾ കഴിച്ചുകൊണ്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ സൈബർ സംഘികളും അതുപോലെ തന്നെ ചാനലിൽ വരുന്ന വക്താക്കന്മാരും എല്ലാം അത് വെച്ചുകൊണ്ട് മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, BJPയുടെയൊക്കെ സൈബർ സേന എത്രമാത്രം ദാരിദ്ര്യം രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കാരണം എന്താ, ഭാരത് ജോഡോ യാത്രയുടെ ഇപ്പോൾ ശ്രീ ഗോപികൃഷ്ണൻ ഞാൻ താങ്കൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം സന്ദർശിച്ച സ്ഥലം ഏതാണ്? വൈഷ്ണവ പണ്ഡിതനായ ശ്രീ ശങ്കർ ദേവിൻ്റെ ജന്മസ്ഥലത്തുള്ള ക്ഷേത്രത്തിലാണ്, ഭട്ടദ്രവയിൽ ആ സത്രത്തിലുള്ള ക്ഷേത്രത്തിലാണ് സന്ദർശനം നടത്തിയത്. സെപ്റ്റംബർ മാസം 12-ാം തീയതി രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ ചട്ടമ്പി സ്വാമികൾ എന്ന നവോത്ഥാന നായകന്റെ കണ്ണമൂലയിലെ ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തി. അന്ന് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ താങ്കൾക്ക് അതിന്റെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ കാണുന്നുണ്ട്. സെപ്റ്റംബർ 14-ാം തീയതി ശ്രീനാരായണ ഗുരു മഹാദേവന്റെ സമാധി സ്ഥലമായ വർക്കല ശിവഗിരി മഠം അദ്ദേഹം സന്ദർശിക്കുകയും ആ സമാധിയിൽ അദ്ദേഹം സന്ദർശിക്കുകയും അവിടെ പൂജകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വാർത്തകളും ഞാൻ താങ്കൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ അദ്ദേഹം പോയ വഴികളിൽ മുഴുവൻ, കോട്ടക്കലിൽ അദ്ദേഹം സന്ദർശനം നടത്തി, അതുപോലെ തന്നെ തിരുനെല്ലി ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്ന എത്രയോ ചിത്രങ്ങൾ മലയാളത്തിന്റെ മാധ്യമങ്ങളുടെ ആർക്കൈവ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ സന്ദർശനമൊന്നും നടത്തുന്നില്ല. രാഹുൽ ഗാന്ധി കർണാടകയിൽ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയില്ല. ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മൈസൂരിൽ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സന്ദർശനം നടത്തുന്നതും ദസറ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളും അന്ന് കേരളത്തിൽ മുഴുവൻ വൈറലായിരുന്നു. ഇതൊന്നും ചെക്ക് ചെയ്യാതെ ക്യാപ്സ്യൂൾ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുന്ന ഏതെങ്കിലും ലോക്കൽ ക്യാപ്സ്യൂൾ കഴിച്ചുകൊണ്ട് ദയവായി ഇനി മുതൽ ഈ ചാനൽ ചർച്ചകളിൽ വരരുത് എന്നുള്ളതാണ് എനിക്ക് BJPയുടെ വക്താക്കളോട് പറയാനുള്ളത്. അതും മാത്രമല്ല, ഈ ക്ഷേത്ര സന്ദർശനം എന്ന് പറഞ്ഞാൽ BJPയുടെ സമയവും സന്ദർഭവും നോക്കി BJPയുടെ മുഖ്യമന്ത്രി നൽകുന്ന ഷെഡ്യൂളിൽ ക്ഷേത്രം സന്ദർശിക്കാൻ ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ് ഗോപികൃഷ്ണൻ? ഇവരാരാ ഇതൊക്കെ തീരുമാനിക്കാൻ? ഇപ്പം ഞാൻ എൻ്റെ നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്. ഞാൻ സ്ഥിരമായി തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ പോകുന്ന വ്യക്തിയാണ്. ഞാൻ അവിടെ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്ന എല്ലാ സ്ഥലത്തും പോകാറുണ്ട്. ഞാൻ ഏത് ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കണം, അതായത് ഹൈന്ദവ ആചാരപ്രകാരം എനിക്ക് സന്ദർശിക്കാൻ പറ്റുന്ന ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ എനിക്ക് സന്ദർശിക്കാൻ ഏതൊക്കെ സമയത്ത് പറ്റുമെന്നുള്ളത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ്, ആ ക്ഷേത്രത്തിൻ്റെ എല്ലാവിധമായ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്. ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? ക്ഷേത്ര മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാവിധ അനുമതികളും കൊടുത്തു. 11-ാം തീയതി തന്നെ നമ്മൾ ഇതിനുള്ള അപേക്ഷ കൊടുത്തു. അവർ അതിനുള്ള അനുമതി പത്രം കൊടുത്തു. ക്ഷേത്ര മാനേജ്മെന്റ് കമ്മിറ്റി കൂടുന്നതിന് മുമ്പ് ആസാം മുഖ്യമന്ത്രി പ്രസ്താവിക്കുകയാണ്, രാഹുൽ ഗാന്ധിയെ ഇനി മുതൽ ക്ഷേത്രത്തിൽ കയറ്റില്ല, ആസാമിലെ ക്ഷേത്രത്തിൽ 22-ാം തീയതി കയറ്റില്ല. അത് അജണ്ടയാണ് ഗോപികൃഷ്ണൻ. 22-ാം തീയതി എന്ന് പറയുന്ന ഇന്ന ദിവസം എന്തുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയമാണ് അയോധ്യയിൽ നടന്നത് എന്ന് പറയുന്നു. ഇപ്പൊ ഗോപികൃഷ്ണൻ ഇന്നത്തെ ചടങ്ങ് കണ്ടാൽ മനസ്സിലാവും ആരാണ് ചടങ്ങ് നടത്തേണ്ടത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നിടത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കാനുള്ള എന്ത് റോളാണുള്ളത്? ഇവിടെ ശങ്കരാചാര്യന്മാർക്ക് വരെ എതിർപ്പുള്ള വിഷയത്തിൽ ഈ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട പല പ്രീസ്റ്റുമാർക്കും പല വൈദികർക്കും അവർക്ക് എതിർപ്പുള്ള ഒരു സ്ഥലത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി അവിടെ ആരുതി ഒഴിയുന്നതും മുഖ്യ കാർമ്മികനാകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയമല്ലേ?
അല്ലെങ്കിൽ RSSന്റെ മോഹൻ ഭാഗവത് ആരാണ് അയോധ്യയിൽ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഇൻവിറ്റേഷൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൊടുക്കാൻ? ഇവരൊക്കെ ആരാണ്? അപ്പൊ ഇവരുടെ ഇൻവിറ്റേഷൻ ക്ഷണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾക്ക് രാമനിൽ വിശ്വസിക്കുന്നതിൽ ഞങ്ങൾ പൂർണ്ണമായി അഭിമാനം കൊള്ളുന്നു. ഞങ്ങളുടെ പ്രവർത്തകർ രാമഭക്തന്മാരാണ്. മഹാത്മാഗാന്ധിയാണ് രാമരാജ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ നരേന്ദ്രമോദിയുടെ രാമരാജ്യമല്ല ഗാന്ധിജി പറഞ്ഞ രാമരാജ്യം. അത് നിങ്ങൾക്ക് അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിൽ മനസ്സിലാക്കിയാൽ അറിയാം. കാരണം ഇപ്പോൾ ഇന്ന് അമിത്ഷാ അദ്ദേഹം ബിർള ടെമ്പിളിലാണ് പോയത്. ബിർള ടെമ്പിൾ ഉദ്ഘാടനം ചെയ്തത് മഹാത്മാഗാന്ധി ആയിരുന്നു. മഹാത്മാഗാന്ധി ആ ടെമ്പിൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ലക്ഷ്മി നാരായൺ മന്ദിർ എന്ന് പറയുന്ന ഡൽഹിയിലെ ഏറ്റവും പ്രശസ്തമായ അമ്പലം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ അമ്പലത്തിൽ ജാതി മത വേർതിരിവില്ലാതെ എല്ലാവർക്കും സന്ദർശനം നടത്താൻ പറ്റണമെന്നതായിരുന്നു ആദ്യത്തെ അദ്ദേഹത്തിന്റെ സ്പീച്ച്. ആ സ്പീച്ചിനനുസരിച്ചാണ് ആ അമ്പലം പിന്മുറയായി അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് രാമരാജ്യം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങളോട് സംവദിക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേർഡ് രാമരാജ്യം നടത്തണമെന്ന് പറഞ്ഞതും നരേന്ദ്രമോദിയുടെ രാമരാജ്യം ഒന്നാണ് എന്ന് പറയുന്നതിൽ എന്ത് കാര്യമുള്ള? അല്ലെങ്കിൽ രാമരാജ്യമാണ് നടപ്പിലാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് രാമരാജ്യം പ്രഖ്യാപിക്കുന്ന അതേ ദിവസം ആസാമിലെ ഒരു അമ്പല സന്ദർശനത്തിൽ നിന്ന് ആയിരക്കണക്കിന് BJP നേതാക്കന്മാർ, ഇപ്പോൾ ഗോപികൃഷ്ണൻ നോക്കിയാൽ അറിയാം, കേരളത്തിലെ BJP നേതാക്കന്മാർ എല്ലാവരും കേരളത്തിലെ പല അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല, അവർ പൊക്കോട്ടെ, അവർ അമ്പല വിശ്വാസികളായിക്കോട്ടെ, അവർ രാമഭക്തരായിക്കോട്ടെ, അവരവരുടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യട്ടെ, നല്ലത്. ഞാനും വിശ്വാസിയാണ്, അവരും വിശ്വാസിയാണ്, അവരിത് ചെയ്യണം. പക്ഷേ ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ ഒരു അമ്പലത്തിൽ പോകുന്നത് തടയും. നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറയുന്നത് ന്യായമാകുന്നത് എങ്ങനെയാണ് ശ്രീ ഗോപികൃഷ്ണൻ? അതാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. രാഹുൽ ഗാന്ധി അമ്പലത്തിൽ കയറാൻ പറ്റില്ല. അതാരടാ ഇവൻ തീരുമാനിക്കാൻ? ആരാണ് ഹൈന്ദവ ജനതയുടെ മൊത്ത കച്ചവടക്കാരോ? ഇവർ ഹൈന്ദവ ജനതയുടെ മൊത്തം അട്ടിപ്പരാവകാശം ഇവർക്കാരാണ് കൊടുത്തത്? ഇന്ത്യയുടെ ഹൈന്ദവ ജനതയുടെ ഭൂരിഭാഗം വോട്ടുകളും ഇന്നും ആന്റി BJP വോട്ടുകളാണ്. അതാദ്യം മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇവിടെ രാഹുൽ ഗാന്ധിയെ തടഞ്ഞതിലൂടെ കൃത്യമാണ്. രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്ന വിസിബിലിറ്റി ഇല്ലാതാക്കണം. രാഹുൽ ഗാന്ധി ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ഇല്ലാതാക്കണം. ഞങ്ങളിത് അയോധ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയമാണ് അവിടെ നടക്കുന്നത് എന്ന കോൺഗ്രസിന്റെ സ്റ്റാൻഡ്, ആ സ്റ്റാൻഡ് ഇല്ലാതാക്കണം. അതിനുവേണ്ടി ചെയ്ത അപ്പോൾ ഒരു സംശയം, എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു സർവമത റാലിക്കും സർവമത സമ്മേളനത്തിനും ഈ മമതാ ബാനർജിക്ക് അനുമതി കിട്ടിയത്? എന്തുകൊണ്ടായിരിക്കണം തുറന്ന, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഗാന്ധിയുടെ രാമനാണ് ഞങ്ങളുടെ രാമൻ, അല്ലാതെ BJPയുടെ രാമനല്ല എന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് സ്വതന്ത്രമായി പറയാൻ കഴിയുന്നത്? എന്തുകൊണ്ട് അസമിൽ മാത്രം, അതും രാഹുലിനോട് മാത്രം ഇങ്ങനൊരു സമീപനം? അത് ഈ BJPയുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട അല്ലെങ്കിൽ സംഘപരിവാരത്തിൻ്റെ ഒരു കോൺഗ്രസ് വിരുദ്ധ അജണ്ട എന്നതിനൊക്കെ അപ്പുറത്തേക്ക് അതിനകത്ത് വ്യക്തിവിരോധം എന്ന ഒരു ഘടകം അതിനകത്തുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, അവിടെ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന മുൻ കോൺഗ്രസ്സുകാരൻ്റെ രാഹുൽ ഗാന്ധിയോടുള്ള വ്യക്തിപരമായ പകയാണോ ആസാമിൽ കണ്ടത്? അല്ല, അങ്ങനെയൊന്നുമില്ല. ഹിമന്ത ബിശ്വ ശർമ്മ നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം BJPയിൽ പോയി BJPയുടെ മുഖ്യമന്ത്രിയായി. അദ്ദേഹം BJPയുടെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് BJPയുടെ നേതാക്കന്മാർ നരേന്ദ്രമോദിയെ അമിത്ഷായും അറിയാതെയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ തടഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ, നമ്മൾ മന്ദബുദ്ധികളുടെ ലോകത്തിലൊന്നും അല്ലല്ലോ ജീവിച്ചിരിക്കുന്നത്, ഇന്ത്യ മഹാരാജ്യത്ത് തന്നെയല്ലേ. BJPയുടെ, അതായത് നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ രാമരാജ്യത്തല്ലേ ഞാനും ഗോപികൃഷ്ണനും ജീവിക്കുന്നത്. അപ്പോൾ ആ നരേന്ദ്രമോദി അമിത്ഷായും അറിയാതെ ഹിമന്ത ബിശ്വ ശർമ്മ രാഹുൽ ഗാന്ധിയെ ഒരു അമ്പലനടയിൽ അവിടെ തടഞ്ഞു നിർത്തുമെന്നുള്ളത് അത് വിശ്വസിക്കാൻ പാകത്ത മണ്ടന്മാരൊന്നും അല്ലല്ലോ നമ്മൾ. പിന്നെ ഇതിൽ എന്ത് വ്യക്തിവിരോധമാണ്? ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ BJPയിലേക്ക് പോയിട്ടുണ്ട്. ഇത് വ്യക്തിവിരോധത്തിന് അപ്പുറം ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. എന്താണ് രാഷ്ട്രീയം? ഭാരത് ജോഡോ ന്യായ് യാത്ര എന്ന് പറയുന്ന ഞങ്ങളുടെ രാഷ്ട്രീയമായ ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ തടസ്സപ്പെടുത്തണം. ആ ക്യാമ്പയിനിലെ മുദ്രാവാക്യങ്ങൾ തടസ്സപ്പെടുത്തണം. ആ തടസ്സപ്പെടുത്തലിന്റെ ഭാഗമാണ് ഇപ്പൊ ഇന്ന്. നിങ്ങളൊന്ന് ആലോചിക്കൂ ഗോപികൃഷ്ണൻ, ഇതിന്റെ ഒരു സിനാരിയോ നിങ്ങളൊന്ന് ആലോചിക്കൂ. നരേന്ദ്രമോദി അയോധ്യയിൽ പ്രസംഗിക്കുമ്പോൾ, രാഹുൽ ഗാന്ധി അവിടെ ഒരു അമ്പല ദർശനം നടത്തുമ്പോൾ, ആ നരേന്ദ്രമോദി നയിക്കുന്ന അല്ലെങ്കിൽ അയോധ്യയിലെ ആ സ്പീച്ചിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു അമ്പല ദർശനത്തിന്റെ വിസിബിലിറ്റി വരും. ആ വിസിബിലിറ്റിയെ പോലും ഇവർ പേടിക്കുകയാണെന്നേ.
അപ്പോൾ രാഹുൽ ഗാന്ധി ഇവർ എത്രമാത്രം പപ്പു എന്നോ ഇല്ലെങ്കിൽ ഭയമെന്നോ, നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭയമാണ്. ഇല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയിൽ അദ്ദേഹത്തിന് പോലും ഒരു വിശദീകരണം കൊടുക്കാത്ത ലോക്സഭയാണ് നമ്മുടെ ലോക്സഭ എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തെ എത്രമാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൊവോക്ക് ചെയ്യുന്ന, തടസ്സപ്പെടുത്താൻ നോക്കുന്ന ലോക്സഭയാണ് നമ്മുടെ ലോക്സഭ എന്ന് പറയുമ്പോൾ, അദ്ദേഹം നടത്തുന്ന ഓരോ പ്രസ്താവനകളെയും നിങ്ങൾ ഓഡിറ്റ് ചെയ്ത് അദ്ദേഹത്തെ എത്രമാത്രം ഇകഴ്ത്താവോ അങ്ങനെ ഇകഴ്ത്തുന്ന ഒരു സൈബർ സേനയാണ് നിങ്ങൾക്കുള്ളതെന്ന് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം എന്നിരിക്കെ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ ഭയമില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ ഭയത്തിന്റെ ഉത്തരമാണ് ഇന്ന് ആസാമിൽ കണ്ടത്. പിന്നെ ആ ഭയമെന്നും ഇതൊന്നും ഞങ്ങൾ ആദ്യമായി കാണുന്നതല്ലല്ലോ ശ്രീ ശരി ശ്രീ ഷാബു പ്രസാദ്, താങ്കളുടെ മറുപടി, അബിൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള താങ്കളുടെ മറുപടി. ശരി അബിൻ. ഷാബു പ്രസാദ്. ശ്രീ അബിൻ വർക്കി, ഇവിടെ അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയിൽ ഇവിടെ RSSനും അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കും ഒക്കെ എന്താണ് കാര്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു രാഷ്ട്രീയ ചോദ്യമാണത്. അബിൻ വർക്കിയെ ഞാനൊരു മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തിരി പഴയതാണ്, ചരിത്രത്തിൽ നടന്നതാണത്. അതായത് 47 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ഈ ഇവിടെ 10ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഘോറി തകർത്ത ഇവിടുത്തെ സോമനാഥ ക്ഷേത്രം, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചത്. അതായത് അന്നത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ ആ ക്ഷേത്രം പുനരുദ്ധരിച്ചു. ആ ക്ഷേത്രം ഉപപ്രധാനമന്ത്രിക്ക് എന്താണ് സോമനാഥ ക്ഷേത്രത്തിൽ കാര്യം എന്ന് അന്ന് നെഹ്റു ചോദിച്ചിരുന്നു. അദ്ദേഹം പോയി പണി നോക്കാനാണ് പറഞ്ഞത്. പക്ഷേ അത് കാര്യവിവരമുള്ളവരാരും ചോദിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് 51-ൽ ആ ക്ഷേത്രം പുനരുദ്ധരിച്ച് അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിന് നേതൃത്വം വഹിച്ചത്, അന്ന് ദീക്ഷയെടുത്ത് ശ്രീകോവിലിനുള്ളിൽ കയറി ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇത് ഈ നാട്ടിൽ നടന്ന സംഭവമാണത്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ധാരാളം നടന്നിട്ടുണ്ട്. ഞാൻ ഒരു മിനിറ്റ് ഷാബു പ്രസാദ്, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഭവങ്ങൾ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ അന്ന് താങ്കൾ പറഞ്ഞതുപോലെ ദേശത്തിലെ നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ പണ്ഡിറ്റ് നെഹ്റു എതിർത്തിരുന്നു. അദ്ദേഹം രാജേന്ദ്ര പ്രസാദിന് കത്തെഴുതി താങ്കൾ ഇതൊരു മതചടങ്ങാണ്, അതിൻ്റെ ഭാഗമാകരുത്, അതൊരു മതേതര ഇന്ത്യക്ക് ചേർന്നതാകില്ല എന്ന് രാജേന്ദ്ര പ്രസാദ് ആ ചടങ്ങിൽ പങ്കെടുക്കുകയും അതിനുശേഷം അദ്ദേഹം നെഹ്റുവിന് ഒരു മറുപടി എഴുതുകയും ചെയ്തതായി ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞത്, ഞാൻ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ മാത്രമല്ല, ഒരു ക്രൈസ്തവ ആരാധനാലയത്തിലാണെങ്കിലും ഒരു ഇസ്ലാമിക വിശ്വാസിയുടെ പള്ളി തുറക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇതേ ആർജവത്തോടു കൂടി ഞാൻ പങ്കെടുക്കും. അങ്ങനെയാണ് ഈ രാജ്യത്തിന് മതേതരത്വത്തെ കണക്കാക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ്. അപ്പോൾ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതും ഈ രാജ്യത്ത് നടന്നത് തന്നെയാണ്. അതെ അല്ല, ഞാൻ പറഞ്ഞതല്ലോ, ഇവിടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അത് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നാളെ അയോധ്യയിൽ ഒരു 5 ഏക്കർ സ്ഥലം മുസ്ലിങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു മെജസ്റ്റിക്കായിട്ടുള്ള ഒരു മോസ്ക് അവിടെ വരട്ടെ. അത് ഉദ്ഘാടനം ചെയ്യാൻ നരേന്ദ്രമോദിയെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ക്ഷണിക്കട്ടെ. ക്ഷണിക്കുമ്പോൾ ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് പള്ളി ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങുകളിലോ ഞാൻ സംബന്ധിക്കില്ല എന്ന് നരേന്ദ്രമോദി പറയുന്ന സമയത്ത് നമുക്കതിനെപ്പറ്റി അഭിപ്രായം പറയാം. എന്തായാലും ഇതുവരെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഇവിടെ ഈ കഴിഞ്ഞ ആഴ്ച ഈ രാജ്യത്തെ നമ്മുടെ ഒരു കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനി ചരിത്രത്തിലാദ്യമായി മദീന പള്ളിയിൽ ഒരു അമുസ്ലിമായ ഒരു സ്ത്രീ തട്ടമിടാതെ, അവരുടെ ക്ഷണമനുസരിച്ച് തട്ടം പോലും ഇടാതെ പോയി അവരുടെ ആദരവ് ഏറ്റുവാങ്ങി തിരിച്ചു വന്ന ഒരു ചരിത്രം കൂടി ഈ അടുത്ത സമയത്തുണ്ടായിട്ടുണ്ട്. ഒരാഴ്ചയായിട്ടുള്ളൂ, 10 ദിവസമേ ആയിട്ടുള്ളൂ. ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്താൻ പോയ മന്ത്രിതല സംഘം, അതിനകത്ത് വി മുരളീധരൻ അടക്കമുള്ള മന്ത്രിതല സംഘം, അതല്ലേ? അതെ, ഉണ്ടായിരുന്നു. അത് തന്നെ. ഇനിയും പറയട്ടെ. ഇനിയും അബിൻ വർക്കിയുടെ അടുത്ത ചോദ്യം, RSS തലവൻ എന്താണ് അയോധ്യയിൽ കാര്യം? ഹജ്ജിന് മുസ്ലിങ്ങളുടെ കർമ്മം നടത്തുന്ന കർമ്മിയായി മാറുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചത്. നരേന്ദ്രമോദി ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലല്ല, അതിന്റെ മുഖ്യ കാർമ്മികനായി, മുഖ്യ യജമാനായി അവിടെ മാറി. ഇവിടെ ശങ്കരാചാര്യന്മാർ പോലും വിയോജിപ്പ് കോൺഗ്രസ്സുകാരനായ രാജേന്ദ്ര പ്രസാദ്, നരേന്ദ്രമോദി അതിന്റെ മുഖ്യ കോൺഗ്രസ്സുകാരനായ രാജേന്ദ്ര പ്രസാദ് ചെയ്ത അത് തന്നെയുള്ളൂ അബിൻ വർക്കി.
പിന്നെ ഉദ്ഘാടനം അഭിനന്ദന്റെ അടുത്ത ചെയ്തത് ചോദ്യം, മുഖ്യ കാർമ്മികൻ RSS രണ്ടും തലവൻ രണ്ടാണ്. എന്താണ്, അയോധ്യയിൽ കാര്യം എന്താണ്? അല്ല, ദീക്ഷ എടുത്ത് ശ്രീകോവിൽ ഇന്ന് നരേന്ദ്രമോദി എന്താണോ ചെയ്തത് അത് തന്നെയാണ് ചെയ്തത്. മുഖ്യ കാർമ്മികത്വം അല്ല പ്രാണപ്രതിഷ്ഠ നടത്തിയത് അതിൻ്റെ ആചാര്യനാണ്. അവിടെ യജമാനനായിട്ടാണ് നിന്നത്. അത്രയേ ഉള്ളൂ. അത് അതുമുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കുക. പിന്നെ മറ്റൊന്ന്, RSS തലവൻ എന്താണ് അയോധ്യയിൽ കാര്യമെന്ന്. RSS തലവനല്ലാതെ പിന്നെ ആർക്കാണ് സാർ അവിടെ കാര്യമുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. 4 പതിറ്റാണ്ട് നിന്ന മഹാപ്രക്ഷോഭത്തിനൊടുവിലെ ഒരു വലിയ വിജയമാണത്. ആ പ്രക്ഷോഭത്തിന് നെടുനായകത്വം കൊടുത്ത സംഘടനയാണ് RSS, സംഘപരിവാർ. ആ സംഘപരിവാറിൻ്റെ പരമോന്നത നേതാവിന് ആ മഹാവിജയത്തിൻ്റെ ഭാഗമായി അവിടെ ഒരു പരമോന്നത സ്ഥാനം ലഭിക്കുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, അല്ല അത് തന്നെയായിരുന്നല്ലോ ആക്ഷേപവും, ഇതൊരു സംഘപരിവാർ ചടങ്ങായിരുന്നു എന്ന്. അത് തന്നെയാണ് ഞങ്ങളുടെ പോയിന്റ്. അത് തന്നെയാണ് ആക്ഷേപം ആയിക്കോട്ടെ, അത് തന്നെയാണ് പോയിന്റ്. ഇവിടെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ക്ഷേത്രം പണിയുന്നത്, അല്ലാതെ RSSന്റെ സമരത്തിന്റെ വിജയമായിട്ടല്ല. അത് ആദ്യം മനസ്സിലാക്കി. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ RSS സമരത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ആയിക്കോട്ടെ, ശരി, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളൂ. ആ വിധിയിലേക്ക് എത്തിയതും ഇതാണ് പൊളിറ്റിക്കൽ പോയിന്റ് ആണ്. ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിരുന്നല്ല. ഇത് തന്നെയാണ് പൊളിറ്റിക്കൽ പോയിന്റ് ആണ്. പൊളിറ്റിക്കൽ പോയിന്റ് ആണ്. അല്ല, താങ്കളുടെ അവസരമാണ്, പറയൂ. ഇനി മറ്റത് ഒരു മിനിറ്റ്. അദ്ദേഹം പറഞ്ഞു അവിടെ മഹാത്മാഗാന്ധി ഡൽഹിയിലെ എല്ലാ മതങ്ങൾക്കും എല്ലാം അവർക്ക് പ്രവേശനം ഉണ്ട്, അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാത്മാഗാന്ധി ചെയ്തത്. ഇത് ചെയ്തെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അബിൻ വർക്കി, ഈ കേരളമുണ്ടായിട്ട്, ഈ 57-ൽ കേരളമുണ്ടായിട്ട് ഏകദേശം പകുതിയോളം കാലഘട്ടങ്ങൾ നിങ്ങളല്ലേ ഈ കേരളം ഭരിച്ചത്? എന്നിട്ട് ഈ കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ, ഗുരുവായൂരടക്കമുള്ള ദേവസ്വം ബോർഡുകളിലെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് എടുത്തു മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഗുരുവായൂർ ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം, അങ്ങനെ എത്രയോ ദേവസ്വം ബോർഡ് സർക്കാർ ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇന്നും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിപ്പിക്കാൻ നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ശരി, ശ്രീ ഷാബു പ്രസാദ്, മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വലിയ വിശാലമായ, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞാനൊന്ന് ഇടപെടുക. ശ്രീ എ സജീവൻ സാർ, ഇതുമായി ബന്ധപ്പെട്ട് എപ്പോൾ ചർച്ചയുണ്ടാകുമ്പോഴും BJP പ്രതിനിധികൾ അല്ലെങ്കിൽ സംഘപരിവാർ ആശയധാരയോട് ചേർന്ന് നിൽക്കുന്നവർ എല്ലാ കാലത്തും കോട്ട് ചെയ്യാറുള്ളതാണ് ചരിത്രത്തിൽ നിന്ന്. സോമനാഥ ക്ഷേത്രത്തിൽ രാജേന്ദ്ര പ്രസാദ് പങ്കെടുത്ത സംഭവത്തെ അതും ഇതുമായി താരതമ്യം ചെയ്തുകൊണ്ടാണോ ഈ പ്രശ്നത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിൽ താങ്കൾക്ക് യോജിപ്പാണോ വിയോജിപ്പാണോ ഉള്ളത്? അല്ല, അത് പ്രത്യേകമായി പറയേണ്ടതുണ്ട്. ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞാൽ വസ്തുതാവിരുദ്ധമായിട്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നെഹ്റു മന്ത്രിസഭയാണ് സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി അനുമതി കൊടുക്കുന്ന. പട്ടേലിന് പ്രത്യേക താല്പര്യത്തിലല്ല, മന്ത്രിസഭാ തീരുമാനമാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് അവിടെ പോയിട്ടുള്ളത് യജമാനനായിട്ടല്ല, അദ്ദേഹം മുഖ്യാതിഥിയായിട്ടാണ് പോയത്. യജമാനൻ എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു പ്രകാരം ഈ പ്രതിഷ്ഠാ കർമ്മത്തിലെ മുഖ്യ പുരോഹിതനായിരിക്കും യജമാനായിട്ട് അവിടെ ഉണ്ടാവുക. ഋത്വിക്കുകളും ഹോതാക്കളും, അതിൽ ഋത്വിക്കുകളിൽ തന്നെ മുഖ്യനായിട്ടുള്ള ആളാണ് യജമാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ അവിടെ രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായിട്ട് പോയിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ഒരിക്കലും യജമാനായിരുന്നില്ല. സോമനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് അങ്ങനെ പുനരുദ്ധാരണത്തിന് തീരുമാനമെടുത്ത് പോലും നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. പക്ഷേ അവിടെ പോകരുത് എന്ന് നെഹ്റു രാജേന്ദ്ര പ്രസാദിനോട് പറഞ്ഞത് ഒരു ഭരണാധികാരി മതപരമായ കാര്യങ്ങളിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അത് തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കും, ഒരു മതേതര രാജ്യത്തിന് യോജിച്ചതല്ല എന്നുള്ള കാര്യത്തിലാണ്. ആ നിലപാടാണ് ഒരു ഭരണാധികാരിക്ക് മതേതര സ്ഥാപനത്തിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടതുണ്ട്. ശരി, ഏതായാലും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായത് രാഷ്ട്രീയ വിലക്കാണോ? ഇതിൽ രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്ര ഇനി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഈ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് മറുപടി കിട്ടേണ്ട ചോദ്യങ്ങളാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പൂർത്തിയാകുന്നു.